അങ്കമാലിയിൽ നിന്ന് KSRTCക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഞാനും അബിയും ഷാജേട്ടനും ഉണ്ടായി. നമ്മൾ പോണത് പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാനാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് പോയതല്ല, എന്നാൽ ആ വഴിക്ക് അതും കൂടി കാണാമെന്ന് കരുതി. ഞങ്ങൾ പൊതുവെ പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാത്ത വ്യക്തികളാണ്. എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുക പോവും, തിരിച്ചു വരും. ചില സ്ഥലത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകാനിരിക്കും, പക്ഷെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തീരുമാനിക്കുന്ന യാത്രകളാണ്, ട്രിപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വന്നത്. ടിപ്പു സുൽത്താനെ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു ഓർമ്മയും അറിവും. ഇതിൻ്റെ അംശാംശം അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കില്ല. കണ്ടു തീർക്കാനാണെങ്കിൽ ഒരു ദിവസം മൊത്തം വേണം. ഇവിടെ ഹിസ്റ്ററി ആയിരുന്നില്ല കൂടുതലുണ്ടായിരുന്നത്. അതേന്നേ, നിറച്ച് കപ്പിൾസ് ആയിരുന്നു. അവരായി അവരുടെ പാടായി. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഞങ്ങൾ ഇതുപോലെ ഏതോ കപ്പിൾസാന്ന് വിചാരിച്ചു ആയിരിക്കണം ആ ചേച്ചി അടിപൊളി നോക്കിയത്. അതെങ്ങനെ കിളി പോയി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഓർത്തിട്ട് നോക്കിയതായിരിക്കണം. അതാവാനാണ് സാധ്യത കൂടുതൽ. മഴയില്ലാണ്ട് കുട ചൂടി പോയിട്ടാണെന്നും പറഞ്ഞു കുട ചുരുക്കി കൈ പിടിച്ചു. കുട അവിടെ നിന്ന് മേടിച്ചതാണ്. പറഞ്ഞല്ലോ, പ്ലാനൊന്നും ചെയ്ത് പോവാത്തൊരു ഷടേന്നുള്ള ട്രിപ്പായിരുന്നേ. വീഡിയോ എടുക്കാൻ എൻ്റെ അഭിമാനമുള്ളത് കൊണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് ക്ലിയർ ആയിട്ടൊക്കെ വീഡിയോ കിട്ടി. എല്ലാവരും എന്താ ഇങ്ങോട്ട് നോക്കുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് വെള്ളം കുറച്ചാണുള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് എന്താ, മൊത്തം ആമകളും ആമയുടെ കുഞ്ഞുങ്ങളും മീനും. നിറയെ ആമകളാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചു. വിശാലമായൊരു സാമ്രാജ്യം. ഒക്കെ എത്താദൂരത്തോളമുണ്ട്. ഇവരോടൊക്കെ ഞാൻ നോക്കാൻ പറയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ പോണുണ്ടോ ഒരെണ്ണം. ഒരുപാട് വിളി വിളിച്ചപ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. നമുക്ക് പിന്നെ അങ്ങനെ വലിയ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കലൊന്നുമില്ല. പിന്നെ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് പണ്ടേ എടുത്തു വെച്ചതാണ്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങേക്കാളും മുന്നേ. എന്താ അല്ലേ എൻ്റെ ദീർഘവീക്ഷണം, എന്താ മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങൾ. ഇനി സ്വല്പം ലവ് ആവാം. അബിയാണെങ്കിൽ കിളി പോയി നിൽക്കുകയാണ്. എന്താ പുറത്തിറങ്ങുമ്പോഴുള്ള സ്നേഹം എന്ന് വിചാരിച്ചിട്ട്. തിരിച്ചു വന്നവയ്ക്ക് പിന്നെയും കണ്ടു ആമകളെ. നിറയെ ആമകൾ. കറങ്ങിയിട്ട് തീരണമുണ്ടോ, ഒരിടത്തൊത്ത് എത്തണമില്ല. ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ കുറച്ചധികം നടന്ന് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഇച്ചിരി ഭംഗി ഉണ്ടാവട്ടെ എന്ന് ഞാനിതിൽ കൂടെ പിടിച്ച് നടന്നത്. ഇവിടെ ഏതാണ്ട് കിളികളൊക്കെ അപ്പിയിട്ട് വെച്ചിരിക്കുമായിരുന്നു, കൈ നിറച്ച് അപ്പിയായി. ഇത് ഏതാണ്ട് കടലിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറയും പോലെയാണ്. കൈ കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ പൊടിമഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണ്ടായിരുന്നു. പിന്നെ 2-3 പോസ്റ്റൊക്കെ കൊടുത്തു. എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോയൊക്കെ കഴിച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്. അവിടെ ഇങ്ങനെ എന്തോ വഴിപാടുകളും സംഭവങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. പിന്നെ ഏറ്റവും ഭംഗിയുള്ള സംഭവം കണ്ടു, ഈ മയിലുകൾ. കുറേ മയിലുകളുണ്ടായിരുന്നു. മയിലുകൾ എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നാക്കൊളുക്കുന്നതുകൊണ്ടും ഷടപടേന്നിങ്ങനെ നാക്കിലേക്ക് പെട്ടെന്ന് വന്നതുകൊണ്ടേ. പിന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞ് അറിയില്ലെങ്കിൽ ഓരോരോ എക്സ്പ്ലനേഷൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇത് എത്ര സമയം എടുത്തായിരിക്കും ഇങ്ങനെ ചെയ്ത് തീർത്ത്, എന്തോരം ആൾക്കാരുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറയാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടേ. കാലുവേന എടുത്തിട്ടാണെങ്കിലും വയ്യ. ഒരുപാട് നിന്ന് കഴിഞ്ഞ് കോട്ട മൊത്തം എൻ്റെ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കണം. മതി വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് പുറത്തിറക്കി. എന്നിട്ട് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്ക സാധനം മേടിച്ച് തന്നു. ഇനി ഫോട്ടോ കാണാം. ഒരു സിംഗിളും എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കോട്ട യാത്ര. ബൈ.